സ്വന്തമായി സ്ഥലം പോലും ഇല്ലാതിരുന്ന കടക്കൽ സ്വദേശികളായ ആര്യയുടെയും അമൃതയുടെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പേഴ്സണൽ സ്റ്റാഫും ചേർന്നാണ് വീട് യാഥാർത്ഥ്യമാക്കിയത്. ഗൃഹപ്രവേശന ചടങ്ങ് ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2 വർഷം മുമ്പ് ആര്യയുടെയും അമൃതയുടെയും പിതാവ് സുനിൽകുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. അസുഖബാധിതയായ അമ്മ വീട്ടുജോലി ചെയ്താണ് കുടുംബം നോക്കുന്നത്. കെട്ടിടം പണിക്കാരനായിരുന്ന സുനിലിന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ വേദന നിലനിൽക്കുന്ന സന്ദർഭത്തിലും SLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി ആര്യ. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ സർക്കാർ വിദ്യാലയങ്ങളിലൊന്നായ കടയ്ക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ 10ലും +1ലും പഠിക്കുന്ന അമൃതയ്ക്കും ആര്യയ്ക്കും വളരെ മനോഹരമായ ഒരു വീട് നിർമ്മിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ വസ്തു തന്ന പള്ളിയമ്പലം ജ്വല്ലറി ഉടമ ജയേന്ദ്രൻ പിള്ള, അതുപോലെ വീട് നിർമ്മിച്ച് നൽകിയ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗവും പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എല്ലാവർക്കും കടയ്ക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ചോർന്നൊലിക്കുന്ന വീടിന്റെ അവസ്ഥയും ഇവരുടെ ജീവിതവും മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പേഴ്സണൽ സ്റ്റാഫും കൈകോർത്തത്. 2021 രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയ സമയത്താണ് മൊത്തം ഉണ്ടായിരുന്ന അംഗങ്ങൾ ഒരു വീട് വെച്ച് കൊടുക്കണം, സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും വീട് ലഭിച്ചതിൽ സന്തോഷമെന്ന് ആര്യ. ജയചന്ദ്രൻ സാറ് പള്ളിയമ്പലത്തില് ആ സാറ് 4 സെന്റ് വസ്തു വെച്ചപ്പോ 8.5 സെന്റ് എനിക്ക് വേണ്ടി തന്നു വീട് വെക്കാൻ. അതില് ഹോം മിനിസ്റ്ററിന്റെ സുരക്ഷാ സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥരോട് ചേർന്ന് ഒരു നല്ല വീട് വെച്ച് തന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കടയ്ക്കലിലെ സ്വർണ്ണ വ്യാപാരി ജയചന്ദ്രൻ പിള്ള സൗജന്യമായി നൽകിയ 8 സെന്റ് ഭൂമിയിലാണ് വീടൊരുങ്ങിയത്. ആർ അരുൺരാജ്, 24 കൊല്ലം.